ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആദ്യം തന്നെ ഒരാളോട് ചോദിക്കുന്നത് സുഖമാണോ എന്നുള്ളതിന് പകരം എന്താ ചൂടുപാട്, അവിടെയൊക്കെ ചൂടുണ്ടോ എന്നൊക്കെ ആയിരിക്കും അല്ലേ? അതെ, മിക്ക ആളുകളും ഈ ഒരു ചോദ്യം തന്നെയാണ് നമ്മളോട് ഇപ്പോൾ ചോദിക്കുന്നത്, ചൂടിന്റെ കാഠിന്യം കൊണ്ട്. അപ്പോൾ ഇത് വേനൽക്കാലത്തിന് പറ്റിയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു നന്നാരി സർബത്താണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കൈപ്പിടി അളവിൽ നന്നാരി എടുത്ത് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഒരുപാട് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കരുത്. ഇതുപോലെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മതി. വെള്ളം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സർബത്തിന്റെ കൺസിസ്റ്റൻസിയിൽ മാറ്റം വരും. അപ്പോൾ അത് നമ്മൾ നന്നാരി ഉണ്ടാക്കിയെടുക്കുന്നത് റെഡി ആയി കിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. കൊത്തുമരുന്നൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ ഇതുപോലെ നന്നാരി വാങ്ങിക്കാനായിട്ട് കിട്ടും. വലിയ പൈസയൊന്നും ആവില്ല കേട്ടോ ഈ ഒരു നന്നാരി വാങ്ങിക്കാനായിട്ട്. പുറമേ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നാരി സർബത്ത് കുപ്പി ഉണ്ടല്ലോ, ബോട്ടിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 80 രൂപയും 90 രൂപയൊക്കെ വരുന്നുണ്ട്. പല വിലയ്ക്ക് നമുക്ക് ഈ ഒരു നന്നാരി സർബത്ത് കുപ്പികളിൽ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഒരു 70 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ലിറ്ററിനടുത്ത് നന്നാരി സർബത്ത് അടിപൊളിയായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇതിനായിട്ട് ഞാനൊരു പാത്രമൊക്കെ ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നമുക്ക് നന്നാരി സർബത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. ഞാനൊന്ന് വോയിസ് ഓവർ ചെയ്തു എന്നുള്ളൂ. അപ്പൊ ഇതിനായിട്ട് 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 2 കപ്പ് പഞ്ചസാരയുടെ കിലോ കണക്കിന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ പഞ്ചസാരയാണ് നമ്മൾ ഇതുപോലൊന്ന് അളന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പൊ എത്ര പഞ്ചസാരയാണോ നമ്മൾ എടുക്കുന്നത്, അളന്നെടുക്കുന്നത്, ആ ഒരു അളവ് പാത്രത്തിൽ സെയിം ആയിട്ട് തന്നെ വെള്ളം വേണം. അതായത് നമ്മളിപ്പോൾ 2 കപ്പ് പഞ്ചസാര എടുത്തുള്ളൂ, അപ്പൊ 2 കപ്പ് വെള്ളം തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ 2 കപ്പ് വെള്ളം ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ തൊട്ടടുത്തുള്ള അടുപ്പിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് കാരമൽ ചെയ്തെടുക്കണം. നമ്മൾ നന്നാരിക്ക് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ നന്നാരി തന്നെ ഒരു കളർ വരും, എന്നാലും കുറച്ചും കൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കാരമൽ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ സർബത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ കോഴിമുട്ടയുടെ വെള്ളം ഇതുപോലെ ഒന്ന് നമ്മൾ ഒരു സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കോഴിമുട്ടയുടെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കോഴിമുട്ടയുടെ സ്മെല്ല് ഉണ്ടാവുമോ, അതുപോലെ ടേസ്റ്റ് വരുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. ഒരിക്കലും അങ്ങനത്തെ ടേസ്റ്റും അതുപോലെ സ്മെല്ലൊന്നും വരില്ല. ഇതിലുള്ള നമ്മൾ ആ കോഴിമുട്ടയുടെ ഉണ്ണി ഉണ്ടല്ലോ, അത് വിട്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു സർബത്ത് ആകെ കൊളായി പോവും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇതിന്റെ ഒരു ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലേക്ക് ആ കോഴിമുട്ടയുടെ വൈറ്റ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പഞ്ചസാരയുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പതഞ്ഞു പൊന്തി വരാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മൾ കാരമൽ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, പഞ്ചസാര കാരമൽ ചെയ്യുന്നത്. ഇനി ഇതുപോലെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് നന്നായി തിളച്ച് വരാനായിട്ടൊരു 10 മിനിറ്റിനടുത്തൊക്കെ സമയം വേണ്ടി വരുള്ളൂ. പിന്നെ നമ്മൾ നന്നായി ചേർത്തതിന് ശേഷമാണ് ഒരു 30 മിനിറ്റൊക്കെ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കേണ്ടി വരും. ഒരു 3/4 മണിക്കൂർ സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നമ്മൾ നന്നായി തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാരമൽ ചെയ്യുന്നത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു അളവിൽ നമുക്കൊരു 2 ലിറ്ററിനടുത്തൊക്കെ നന്നാരി കിട്ടും കേട്ടോ. നന്നാരി സർബത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അത് നമുക്ക് ഒരു 40 ഗ്ലാസ് ഒരളവുണ്ടല്ലോ, 40 ഗ്ലാസ് നമ്മളെ സർബത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അളവിലൊക്കെ ഉണ്ടായിരിക്കും ഈ ഒരു സർബത്തിന്റെ അളവ്. ഇപ്പൊ നമ്മളെ പഞ്ചസാര നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതിൽ കണ്ടോ ബബിൾസ് പോലെ നമ്മുടെ പഞ്ചസാരയിലെ അഴുക്കൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നല്ല കളറുള്ള നന്നാരി ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൗൺ ഷുഗർ ഉണ്ടല്ലോ, അത് ചേർക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് ഇതുപോലെ പഞ്ചസാര കാരമൽ ചെയ്ത് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മൾ പഞ്ചസാര കാരമൽ ചെയ്തതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ നേരം കാരമൽ ചെയ്ത പഞ്ചസാര അവിടെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടിയായി പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബ്രൗൺ ഷുഗർ ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നന്നാരി സർബത്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കോസ്റ്റ്ലി ആയി പോട്ടോ. നമ്മൾ പറഞ്ഞ ഈ 70 രൂപ 80 രൂപയിലൊന്നും നിൽക്കില്ല. കാരണം ബ്രൗൺ ഷുഗറിന് കുറച്ച് പൈസ കൂടുതലാണല്ലോ. പക്ഷെ നമ്മളെ ഹെൽത്തിന് നല്ലത് ആ ഒരു ഷുഗർ തന്നെയാണെന്ന് പറയുന്നു. പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ ഷുഗർ ഒന്നും വാങ്ങിക്കാൻ കഴിയില്ലല്ലോ.
ഇപ്പോൾ കണ്ടോ ഇത് നന്നായിട്ട് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാരയുടെ അഴുക്കൊക്കെ അതായത് ഇതുപോലെ പൊന്തി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും അഴുക്കൊക്കെ ഉള്ള പഞ്ചസാരയാണ് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ട് അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് കഴിച്ചു വിടുന്നത്. അപ്പൊ ഇതുപോലൊരു സ്ട്രെയിനർ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു അഴുക്കൊക്കെ ഒന്ന് കോരി മാറ്റാം. ഇപ്പൊ നമ്മൾ ഇതിലുള്ള അഴുക്കൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു നന്നാരിയും അതിൻ്റെ ആ ഒരു വെള്ളവും ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി കിടന്നിട്ട് ഒരു 30 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് തിളച്ചു വരണം. ഇപ്പോഴും നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് ഇത് തിളപ്പിച്ചെടുക്കുന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ കൺസിസ്റ്റൻസി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോഴൊക്കെ ഇതൊരു വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, പക്ഷെ ഇതൊരു ഒരു നൂൽ പരുവാകുമ്പോൾ നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കണം. ഇതിനിടയിൽ ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇത്രയും അഴുക്ക് നമുക്ക് ആ പഞ്ചസാരയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഈ ഒരു നൂൽ പരുവത്തുനിന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മളെ നന്നാരി സർബത്തിന്റെ കൺസിസ്റ്റൻസി ആകെ മാറിപ്പോവും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വെള്ളമായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ അത് കുറച്ച് കൂടുതൽ ദിവസം ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം അങ്ങനെ ഇങ്ങനെ ലിക്വിഡ് പരുവത്തിൽ തന്നെ ഒരുപാട് ലൂസായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പുളിച്ചു പോവും. അതില്ലാതിരിക്കാനാണ് നമ്മളിതൊരു ഒരു നൂൽ പരുവാവുന്നവരെ നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളൊരു 30 മിനിറ്റ് ഒക്കെ ആവാറായിട്ടുണ്ട്. ഇതിന്ന് നമ്മൾ ഈ ഒരു നന്നാരിന്റെ സത്തൊക്കെ നന്നായിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് ആ നന്നാരിയൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു വെള്ളം പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരു നൂൽപ്പുരവ ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. കാരണം ഇത് ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കാവുമല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു കാണുന്ന കളറും ആയിരിക്കില്ല, ഇത് നമ്മൾ ഇരിക്കും തോറും കുറച്ചും കൂടി ഒന്ന് ഡാർക്കായി വരും. ഇപ്പൊ നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോഴും കുറച്ച് കളറ് കുറവായിട്ട് തോന്നും. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് അരിച്ചു മാറ്റാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഒന്നും കൂടി ഒന്ന് അരിച്ചു മാറ്റിയിട്ടുണ്ട്. നല്ല ചൂടിൽ തന്നെയാണ് നമ്മളിത് അരിച്ചു മാറ്റേണ്ടത്. കാരണം കുറച്ച് കട്ടിയായതായതുകൊണ്ട് നമുക്ക് അരിപ്പയിലൂടെ വരാനൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. അതുകൊണ്ട് നമ്മൾ ഒരു അടുപ്പത്തു നിന്ന് എടുത്ത പാടന്നെ നമുക്കിതൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് തണുത്തതിന് ശേഷം നല്ല ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അപ്പൊ നമ്മൾക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു നന്നാരി സർബത്തും കൂടി ഉണ്ടാക്കാം. ചൂടോട് കൂടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ആദ്യം തന്നെ നാരങ്ങയും വെള്ളമൊക്കെ ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുത്തത്. സാധാരണഗതിയിൽ നമ്മൾ ആദ്യം സർബത്ത് ചേർത്ത് കൊടുത്തിട്ടാണല്ലോ ഈ വെള്ളം നാരങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാറുള്ളത്. ഇത് നേരെ തിരിച്ചാണ്. കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടുണ്ട്. നമ്മളെ ചൂടിനെ പ്രതിരോധിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി നല്ല തണുപ്പാണല്ലോ ശരീരത്തിന്. അതുകൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, നമ്മളൊരു വെയിലത്തൊക്കെ പോയി വരുമ്പോൾ ഇതുപോലെ ഒരാൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം തരുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അതിനിപ്പോൾ ഇതുപോലെ നന്നായി കലക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മളൊരു ആള് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ, നമ്മളെ നന്ദുവാണ് ടേസ്റ്റ് ചെയ്യുന്നത്. നന്ദുവിനോട് കുറച്ച് ആദ്യക്കുട്ടിന് കൊടുക്കാൻ പറഞ്ഞാണ്. ഷാളൊക്കെ കുടിച്ചു കഴിഞ്ഞു നല്ല കിടിലനായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആകെ 2-3 സാധനങ്ങൾ മതിയല്ലോ. കുറച്ച് സമയം മെനക്കെടണമെന്നേ ഉള്ളൂ. അത് വലിയൊരു മെനക്കെടായിട്ടൊന്നും നമുക്ക് തോന്നില്ല ഉണ്ടാക്കി വരുമ്പോൾ. അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ നന്നാരി സർബത്ത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയി വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.